നിങ്ങൾക്കറിയാം, മലയാള സിനിമയുടെ ഒരു കാലഘട്ടം വരെ സാമൂഹ്യജീവിയായ ആദർശ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു സിനിമയുടെ കേന്ദ്രപ്രമേയമായി വന്നിരുന്നത്. പ്രത്യേകിച്ചും സത്യം മാസ്റ്റർ സിനിമകൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, അതുപോലെ മൂലധനം, പ്രേം നസീറിൻ്റെ തുലാഭാരം, പ്രേം നസീർ ശാരദയ്ക്ക് അതിൽ ഉർവശി അവാർഡ് കിട്ടിയതാണ്. തുലാഭാരം തുടങ്ങിയിട്ടുള്ള നിരവധിയായ സിനിമകളുണ്ട് സാമൂഹ്യ മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ചിത്രങ്ങളിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഈ സമൂഹത്തിന് വേണ്ടി, ഒരു ആദർശത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന നായകന്മാരും അതിലൂടെ അവർ കുടുംബത്തിനുണ്ടാകുന്ന കഷ്ടപ്പാടുകളെല്ലാമാണ് ആ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമകൾ വളരെ ജനപ്രിയമായി ഓടി. അതിൻ്റെ കാരണം എന്താണെങ്കിൽ, മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ പങ്കുചേരാനുള്ള, അല്ലെങ്കിൽ ഒരു ആദർശത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നൽകുന്ന ത്യാഗത്തിൻ്റെ പുറകിൽ പങ്കുചേരാനുള്ള ഒരു മനസ്സ് അന്നത്തെ മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, അതിലത്തെ സ്ത്രീകൾ മിക്കവാറും സ്വന്തം കുടുംബത്തെയൊക്കെ വളരെ കഷ്ടപ്പാടിലാക്കിയിട്ടാണ് ഈ കഥാപാത്രങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലെ നായികമാരാരും അതിൻ്റെ പേരിൽ ഈ നായകന്മാരെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവരും അതിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുന്നതിൽ അഭിമാനം കൊള്ളുന്ന നായികന്മാരും മക്കൾ പോലും, അത് മൂലധനത്തിൽ കാണാം അങ്ങനെ കുട്ടി അങ്ങനെ പറയുന്നത്, മക്കൾ പോലും അതിന് അനുകൂലമായിരുന്നു. അങ്ങനെ അല്ലാതിരിക്കാം. നമ്മൾ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ജീവിതവും വെടിഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തെയെല്ലാം കഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയ സ്വാതന്ത്ര്യത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ കുടുംബജീവിയെക്കുറിച്ച് സംസാരിക്കുന്നത്, കുടുംബജീവിയെക്കുറിച്ചുള്ള സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ തെറ്റായ സന്ദേശമാണിത് എന്ന് പറയാതെ വയ്യ.